Hi everyone, welcome back to my channel. First of all, thank you so much for the support on my first video. നിങ്ങളെല്ലാം തന്ന ആ മോട്ടിവേഷൻ, ആ സപ്പോർട്ട് എനിക്ക് വളരെ വലുതായിരുന്നു. ഇനി ഞാൻ നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യട്ടെ. എൻ്റെ അപ്പ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിപ്പോഴൊന്നും പറഞ്ഞതല്ല, പണ്ടെങ്ങാണ്ട് എപ്പോഴോ പറഞ്ഞതാണ്. ജീവിതത്തിൽ സ്വയം പര്യാപ്തത വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ചില ബേസിക് കാര്യങ്ങൾ നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണമെന്ന്. ഇപ്പോൾ വീഡിയോൻ്റെ ടൈറ്റിലും പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് ഈ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതെ, ഹൗ ടു കണക്ട് എ ബൾബ് ഹോൾഡർ. അതെ, ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ആൻഡ് ഇതൊരു ചെറിയ കാര്യം പോലെ തോന്നും, പക്ഷേ ഇതുപോലെ ബേസിക് അറിവുകളാണല്ലോ സ്വയം പര്യാപ്തയുടെ തുടക്കം. ഇനി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പ്രിക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. അതെല്ലാവരും കെയർഫുള്ളി റീഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനോ പാടുള്ളൂ. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ആർ ദ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഇറ്റ്. ആദ്യം തന്നെ ഒരു ബൾബ്, പിന്നെ വയേഴ്സ്, ദെൻ വയർ സ്ട്രിപ്പ്, ദെൻ സോക്കറ്റ് വിച്ച് മേ ബി 2 പിൻ. ആൻഡ് ഇവിടെ ഞാൻ 2 പിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 2 പിൻ പ്ലഗ്, പിന്നെ ഹോൾഡർ, സ്ക്രൂ ഡ്രൈവർ, ദെൻ ടെസ്റ്റർ. ബട്ട് എൻ്റെ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവറിൽ ടെസ്റ്റർ കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രാം നോക്കിയാലോ, അപ്പോൾ കുറച്ചും കൂടെ കാര്യം എളുപ്പമാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം വരയ്ക്കുന്നത് അതാണ് ഹോൾഡർ. വരയൊന്നും നോക്കണ്ട, ദറ്റ് ഇസ് ഹോൾഡർ. ആൻഡ് ആ അടിയിൽ കാണുന്നത് ടെർമിനൽ. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ 2 ടെർമിനലാണ് ഉള്ളത്. ആൻഡ് ഇതിലാണ് നമ്മൾ വയറിൻ്റെ ഒരു അറ്റം കണക്ട് ചെയ്യുന്നത്. ഞാൻ ശരിക്കും വരച്ച് കാണിച്ചു തരാം ടെർമിനൽ യൂസ് ചെയ്തിട്ട്. ഇത് കണ്ടോ, ഇതാണ് ആദ്യത്തെ ടെർമിനൽ, പിന്നെ രണ്ടാമത്തെ ടെർമിനൽ. ഇനി നമുക്ക് 2 പിൻ പ്ലഗിൻ്റെ നോക്കാം. ആൻഡ് ദിസ് ഇസ് 2 പിൻ പ്ലഗ്. ഇതാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്. ആൻഡ് ഇതിനും 2 ടെർമിനലുണ്ട്. വയറിൻ്റെ ഈ 2 അറ്റം നമുക്കൊന്ന് വയർ സ്ട്രിപ്പറും വെച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് കോപ്പർ ലെഡ് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ആൻഡ് ഈ വയറിൻ്റെ 2 അറ്റവും അതുപോലെ ചെയ്യണം. ഇവിടെ ഞാൻ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി 2 സ്കെച്ച് പെൻസാണ് യൂസ് ചെയ്തേക്കുന്നത്, വിച്ച് ഇസ് സെയിം ആസ് ഇൻ ദ കളർ ഓഫ് ദ 2 വയേഴ്സ്, ഗ്രീൻ ആൻഡ് പിങ്ക്. ആൻഡ് ഇനിയിപ്പോൾ ഇവരെ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് കണക്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ഇപ്പം ഞാൻ ഫസ്റ്റ് പിങ്ക് കൊടുത്തു, ദെൻ സെക്കൻഡ് ഗ്രീൻ കൊടുത്തു 2 ടെർമിനലിൽ. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഗ്രീൻ കൊടുക്കാം, ഓർ നിങ്ങളുടെ കയ്യിലുള്ള വയറിൻ്റെ കളർ അനുസരിച്ച് കൊടുക്കാം. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. ആൻഡ് ഈ 2 പിൻ പ്ലഗിൻ്റെ ഉള്ളിലെ ടെർമിനൽ അത് ഞാനിപ്പോൾ അയച്ച് കാണിച്ചു തരാവേ. പിന്നെ ആ സൈഡിലിരിക്കുന്ന മാഗ്നറ്റാണ്, അത് ഞാൻ ആ സ്ക്രൂസ് ഒന്നും കാണാതെ പോകാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അത് കാര്യമാക്കണ്ട. ഈ ടെർമിനൽ 2 കണ്ടോ, അതാണതേ ആ 2 പിൻ പ്ലഗിൻ്റെ ഉള്ളിലുള്ള ആ 2 ടെർമിനൽ. ഇനി ഈ 2 വയററ്റം ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ഹോൾഡറിലേക്കും അതുപോലെ തന്നെ ആ 2 ടെർമിനൽ അറ്റത്തിൽ. അതിനു മുമ്പ് ഈ ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഈ ഹോൾഡറിൻ്റെ ഈ കവർ അത് കയറ്റാനായിട്ട് ആരും മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. വേറെ ഒന്നല്ല പണി, വീണ്ടും ആദ്യം തൊട്ട് അഴിച്ച് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഹോൾഡറിൻ്റെ ഈ 2 ടെർമിനലിലേക്ക് ഞാൻ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് സ്ക്രൂ നല്ലോണം ഇത് ചെയ്യണം. അതുപോലെ തന്നെ കോപ്പർ ലെഡ് എവിടെയും ഒട്ടക്കി കിടക്കണ പോലെ കിടക്കാണ്ട് ശ്രദ്ധിക്കണം. ബിക്കോസ് സംടൈംസ് ഇറ്റ് മേ ബി ലെഡ് ടു ഷോർട്ട് സർക്യൂട്ട്. അതുകൊണ്ട് തന്നെ ബി വെരി കെയർഫുൾ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഹോൾഡർ അങ്ങോട്ട് ക്യാപ്പിട്ട് മൂടിയേക്കാം. ഇതുപോലെ തന്നെ അങ്ങനെ ഒരു ഭാഗം ഫിനിഷായി. ഇനി അടുത്ത ഭാഗം, അതായത് അടുത്ത എൻഡ് ഈ സെയിം പ്രോസസ്സ് തന്നെ, പക്ഷേ 2 പിൻ പ്ലഗിൻ്റെ ടെർമിനലിലാണ് കുത്തണ്ടേന്ന് മാത്രം. അങ്ങനെ അതും സ്ക്രൂ ചെയ്ത് ഇതുപോലെ അങ്ങ് ചെയ്തേക്കാം. ബി ഓൾവേസ് വെരി കെയർഫുൾ. കാരണം ആ കോപ്പർ ലെഡ് കറക്റ്റായിട്ടല്ല മടക്കിയേക്കണമെങ്കിൽ, കറക്റ്റായിട്ട് ശരിക്കും വന്നിട്ടില്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ്. സോ ബി വെരി കെയർഫുൾ. പിന്നെ ബൾബ് എടുത്ത് ആ ഹോൾഡറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു.
ഇത്ര പെട്ടെന്ന് തീർന്നൊന്നും ചോദിക്കരുത്. കണക്ട് ചെയ്യണ്ടേ? അതിനു മുമ്പ് വേറൊരു സാധനം കാണിച്ചു തരാം. ഇപ്പോൾ ഈ ചെയ്യുന്നത് എക്സ്റ്റൻഷൻ്റെ ഒരു പരിപാടിയാണ്. അതായത് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ എക്സ്റ്റൻഷൻ്റെ അല്ല കാണിക്കാൻ ഉദ്ദേശിച്ചത്, ബട്ട് ഇങ്ങനെ ചെയ്താലും എക്സ്റ്റൻഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാമ്പ് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വയറിന് നീളം കുറഞ്ഞൊക്കെ ആണെങ്കിൽ എക്സ്റ്റൻഷൻ്റെ അർത്ഥം അറിയാമല്ലോ എല്ലാവർക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാനായിട്ടുള്ള വഴിയാണ് ഇങ്ങനെ. അതും ഒരു ഹോൾഡർ ബൾബ് കണക്ട് ചെയ്യണ രീതി കേട്ടോ. ഇനി സാധാ ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ദേ അതിതുപോലെ സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യണം. ദേ ബൾബ് കത്തിയല്ലോ. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ബ്ലൂ ലൈറ്റ് ആട്ടോ. പിന്നെ ബി വെരി കെയർഫുൾ കേട്ടോ. ഇത്രേ ഉള്ളുന്ന വീഡിയോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയട്ടെ. If you want more basic electrical explanations and any suggestions in this video, let me know in the comment section. Thank you. Bye bye.